നിങ്ങൾ ഇവിടെ ഷോ കാണിക്കേണ്ട എന്നാണ് വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. വിദ്യാഭ്യാസ മേഖല, ഉന്നതമായ വിദ്യാഭ്യാസ മേഖല ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അഭിപ്രായത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും മര്യാദയ്ക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കാണ്. വെരി കറക്റ്റ്. ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ? കാരണം ഈ കേരളത്തിൽ നിന്ന് രാജ്യത്ത് എത്ര സംസ്ഥാനമുണ്ടെന്ന് പോലും അറിയാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അത്രയും നമ്മൾ പ്രതീക്ഷ മതി. ഒരു കയ്യബദ്ധം നാറ്റുകരുത് പഞ്ചഭാവോ. രണ്ട്, നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പാനലിസ്റ്റ്, നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ കോവളത്ത് നടന്ന വിഷയവും വയനാട്ടിൽ നടന്ന വിഷയവും ഒക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുള്ളതാണ്. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? അപ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒറ്റപ്പെട്ടതാണ്. കേരളത്തിലെ SFI ചെയ്യുന്നതെല്ലാം ഒറ്റപ്പെട്ടതാണ്. കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതിയും കേരള പോലീസിലെ PSC റാങ്ക് ലിസ്റ്റിലെ പ്രതിയും ഒക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിവുകൾ നിർത്തി പറയുന്നതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. വയനാട് വെറ്റിനറി കോളേജ് ഇഷ്യൂ കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന DYFI കാരനായിട്ടുള്ള ചെറുപ്പക്കാരും SFI കാരുടെ ചെറുപ്പക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും കേരളത്തിലെ തെരുവോരങ്ങളിൽ എന്ത് സമരമാണ് നടത്തിയിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതെന്റെ രാഷ്ട്രീയ തന്ത്രം. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. കേരളത്തിലെ വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 14 മുതൽ 18 വരെ മൃഗീയമായി പീഡിപ്പിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മൃഗീയമായ താലിബാനിസം നടപ്പിലാക്കിയ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിട്ട് കേരളത്തിലെ ആർജവമുള്ള ഇവിടുത്തെ KSUകാരനായാലും SFI കാരനായാലും മറ്റാരായാലും കേരളത്തിന് പുറത്തായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് നടക്കുമായിരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും. പൊന്നനിയ ശവത്തി കുത്തരുത്, ജീവിച്ചു പോട്ടെ. കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാ. ഖജനാവിൽ 5 നയാ പൈസ ഇല്ല. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? 1 രൂപ കൊടുക്കാനുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങിയ ചരിത്രം ബഹുമാനപ്പെട്ട നേരത്തെ മാർക്സിസ്റ്റ് കോൺഗ്രസിന്റെ സുഹൃത്ത് സൂചിപ്പിച്ചു. നമ്മുടെ നാടിന്റെ ഒരേ ഗതികേട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് ശേഷം ശമ്പളം കൊടുത്ത ഏത് സർക്കാരാണുള്ളത്? അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. ജനകീയ ആസൂത്രണം, റോഡ് വികസനം, മണല് വാരല്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെട്ടിയിൽ 4 പുത്തം വീഴ്ത്തുമ്പോ എന്റെ പെരുവിരലിൽ നിന്നൊരു തരിപ്പ് അങ്ങോട്ട് കേറി എന്റെ വരദാസ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വലിയ പരിപാടി നടത്തി. ആ പരിപാടിയുടെ പേരാണ് നവകേരള സദസ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. കേരളത്തിലെ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. കേരളത്തിലെ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കുന്നത് മാത്രമല്ല, KSRTക്ക് പൈസയില്ല, സർക്കാർ മേഖലയിൽ പൈസയില്ല, കടമെടുക്കുകയാണ്. ആ സാഹചര്യം ഇത്രയും കോടി മുടക്കിയിട്ട് ഈ കേരളത്തിൽ നടത്തിയ ആ നവകേരള യാത്ര കൊണ്ട് ആർക്കാണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനലിസ്റ്റ് പറയണം, ആർക്കാ ഗുണം? മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ. ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. സൊസൈറ്റി, അതായത് സഹകരണ ബാങ്കിൽ അയാളുടെ വായ്പ വെട്ടിക്കുറയ്ക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിലേക്ക് ഒരു നിവേദനം കൊടുത്ത സമയത്ത് ആ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ തീർപ്പ് എന്ന് പറയുന്നത് വെറും 312 രൂപയോ 400 500 താഴെയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. വസ്തുതകളെ വസ്തുതകളായി പറയാനും ആർജവത്തോടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും കഴിയണം. അതല്ലാതെ നുണ പ്രചരിപ്പിക്കരുത്. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സർ ലെനിനിസ്റ്റ്, അതാവണം സർ കമ്മ്യൂണിസ്റ്റ്.